പുഴ എത്ര ശാന്തമാണെങ്കിലും ശക്തമായ അടിയൊഴുക്കുണ്ടാകാറുണ്ട്. കുട്ടനാട്ടിലെ ഈ തിരഞ്ഞെടുപ്പ് അങ്ങനെയാണ്. വെള്ളവുമായി ബന്ധപ്പെട്ടാണ് കുട്ടനാട്ടുകാരുടെ ജീവിതം. നീരൊഴുക്കുകൾ സഞ്ചാരികൾ മലിനമാക്കിയെങ്കിലും കർഷക പോരാളികളുടെ പിന്മുറക്കാർക്ക് തെളിച്ചമുള്ള രാഷ്ട്രീയമുണ്ട്. 1965 രൂപീകൃതമായ മണ്ഡലത്തിൽ 9 തവണ ഇടതുപക്ഷം ജയിച്ചു, 5 തവണ ഐക്യമുന്നണിയും. കേരള കോൺഗ്രസ് നേതാവായ ഡോക്ടർ കെ.സി. ജോസഫ് തുടർച്ചയായി 5 തവണ കുട്ടനാട്ടിൽ നിന്ന് ജയിച്ചു കയറി. വിദേശ വ്യവസായിയായ തോമസ് ചാണ്ടി 2006 കെ.സി. ജോസഫിനെ അട്ടിമറിച്ചു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം തോമസ് ചാണ്ടി വിജയം തുടർന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം സഹോദരൻ തോമസ് കെ. തോമസ് കുട്ടനാടിനെ ഇടതുപക്ഷത്ത് കുത്തിനിർത്തി. ഈ കനിയെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഒത്തിരി വികസനങ്ങളൊന്നും നടത്തിയിട്ടൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ല, ഇടതുപക്ഷത്തിനാണ് ഇവിടെ തൂക്കമുള്ളത്. കുറവുണ്ട്. ചേട്ടൻ്റെ അത്ര ഇല്ല, തോമസ് കെ. തോമസിന് അത്ര ഇല്ല, ചാണ്ടി സാറിൻ്റെ അത്രയും. അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം അവരും മോശമല്ല, ഇവരും മോശമല്ല. ആര് ജയിച്ചാലും നമുക്കെല്ലാം നമ്മുടേതായ കാര്യങ്ങൾ നടക്കണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആര് ജയിച്ചാലും നമുക്ക് പിന്നെ ഇത്രയും നാളും അവർ ചെയ്ത ഉപകാരങ്ങളൊക്കെ നമുക്കൊട്ടും മറക്കാനും പറ്റില്ല. പണ്ട് കാലങ്ങൾ തൊട്ടേ കുടികിടപ്പും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം അതിലൊക്കെ ഞങ്ങൾ കിടക്കുന്നത്. സീറ്റ് ഏറ്റെടുക്കണമെന്ന് കോൺഗ്രസിന് ആഗ്രഹമുണ്ടായിരുന്നു. ഒന്നിലധികം നേതാക്കൾ അവിടെ സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ചു. പക്ഷേ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സീറ്റ് വിട്ടുകൊടുത്തില്ല. റെജി ചെറിയാനാണ് സ്ഥാനാർത്ഥി. വിദേശ വ്യവസായിയായ റെജി 1 വർഷത്തിലധികമായി മണ്ഡലത്തിൽ സജീവമാണ്. റിബലായി നാമനിർദ്ദേശ പത്രിക നൽകിയ DCC വൈസ് പ്രസിഡന്റ് അവസാന നിമിഷം മത്സരത്തിൽ നിന്ന് പിന്മാറി. അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. അത് നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല. കാശ് കൊടുത്ത് ജനങ്ങളെ പിന്നെ വോട്ട് മേടിക്കുക എന്നുള്ളതൊന്നും അത് നമുക്കറിയത്തില്ല. ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അത് ജനപ്രതിനിധികൾ അത് ചെയ്തു കൊടുക്കുക എന്നുള്ളത് അത് അവരുടെ ഉത്തരവാദിത്വം. അത് നടക്കുന്നില്ല. ഇവിടെ ജയിക്കുന്ന UDF പറയുന്നത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ആര് ജയിക്കും ആര് തോക്കുന്നത് നമുക്ക് പ്രവചിക്കാനുള്ളതൊന്നുമില്ല. പക്ഷേ എങ്കിലും നല്ല പ്രവൃത്തി ചെയ്യണം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാനൊരു LDF-കാരനാണ്, ജയിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഈഴവ് വോട്ടുകളും നിർണായകമായ മണ്ഡലം BJP BDJS-ന് വിട്ടു നൽകിയതാണ്. ഏതു തിരഞ്ഞെടുപ്പായാലും ഏറ്റവും കുറഞ്ഞത് 10,000 വോട്ടെങ്കിലും NDA-യുടെ പെട്ടിയിൽ വീടും. പ്രകൃതി ഇണങ്ങിയാൽ കുട്ടനാടൻ പാടശേഖരങ്ങളിൽ 100 മേനിയാണ് വിളവ്. പിണങ്ങിയാൽ മടവീണ് സർവ്വതും വെള്ളത്തിലാകും. കുട്ടനാട്ടുകാരും അങ്ങനെ തന്നെ. വള്ളംകളി മത്സരങ്ങൾ പോലെ കുട്ടനാട്ടിലെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് ഫലവും ഫോട്ടോ ഫിനിഷായിരിക്കും. ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്.